അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മക്കയിലേക്ക് യുവാക്കളെ ആവശ്യമുണ്ട്. ചെറിയൊരു ശമ്പളത്തിൽ ജോലി നേടാനല്ല, നിങ്ങൾക്ക് മാസം 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഏൺ ചെയ്യാനുള്ള വകുപ്പുണ്ട്, അല്ലെങ്കിൽ സമ്പാദിക്കാൻ കഴിയുന്നതാണ്. മക്കയിലേക്ക് ടാക്സി ഡ്രൈവറായിട്ടാണ് നിലവിൽ യുവാക്കളെ ആവശ്യമുണ്ട്. ഈ ഒരു ജോലിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. മക്കയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. നമ്മൾ ഇതിനു മുന്നേയും ഈ ഒരു ജോലിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ GCC ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്ന് എടുത്തു പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ടാക്സി ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് നിർബന്ധമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണെന്ന് എടുത്തു പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അടുത്ത മാസം നടക്കാൻ പോകുന്ന ഇൻ്റർവ്യൂ അടുത്ത മാസം ഏപ്രിൽ 2nd വീക്കിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുക. അതായത് ഏപ്രിൽ 20-ാം തീയതിക്കുള്ളിൽ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആവും. അതിൻ്റെ ഉള്ളിലാണ് ഇൻ്റർവ്യൂ നടക്കുക. ഇൻ്റർവ്യൂ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഓക്കെ, കോഴിക്കോട് വെച്ചിട്ടാണ് ഈ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ജോലിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. ടാക്സി ഡ്രൈവർ മക്കയിലേക്ക് ഒരു മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ്. 150-ൽ-അധികം വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ GCC ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും. 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിന്യൂവൽ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ലീവ് 42 ദിവസത്തെ ക്യാഷ് ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 21-നും 40-നും ഇടയിൽ പ്രായമുള്ള ആളുകളെ മാത്രമേ GCC ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ പരിഗണിക്കുകയുള്ളൂ. അതായത് നിങ്ങൾക്ക് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ 21 to 40 വയസ്സാണ് പ്രായപരിധി. എന്നാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി വരുന്നത് 21-നും 36-നും ഇടയിലായിരിക്കണം. അത് നിർബന്ധമാണ്. 21-നും 36-നും ഇടയിൽ പ്രായമുള്ളവർ മാത്രമേ, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രമേ സൗദി അറേബ്യയിലെ മക്കയിലേക്ക് ടാക്സി ഡ്രൈവറായിട്ട് പരിഗണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനും പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ്. കമ്പനിയുടെ ആൾ വന്നിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. മലയാളികളായിരിക്കില്ല ഇൻ്റർവ്യൂ നടത്തുന്നത്, അത് പ്രത്യേകം എടുത്തു പറയുന്നു. അപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങളും ഇംഗ്ലീഷായിരിക്കും ഉത്തരങ്ങൾ പറയേണ്ടതും. അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ സാലറി കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾക്കൊരു മാസം 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഏൺ ചെയ്യാൻ കഴിയും. അതായത് കമ്പനി പറഞ്ഞിട്ടുള്ളത് ഒരു മാസം 2,800 സൗദി റിയാൽ മുതൽ 4,600 സൗദി റിയാൽ വരെ ഏൺ ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 60,000 ഇന്ത്യൻ രൂപയിൽ 1,00,000 രൂപ വരെ നിങ്ങൾക്ക് ഒരു മാസം ഏൺ ചെയ്യാവുന്നതാണ്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ കോഴിക്കോട് വെച്ചിട്ട് നെക്സ്റ്റ് മന്ത് ആണ്, ഏപ്രിൽ 20-ാം തീയതിക്കുള്ളിലാണ് നടക്കാൻ പോകുന്നത്. മിക്കവാറും 11-ാം തീയതി ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. ഡേറ്റ് കൺഫേം ആയിട്ടുള്ള ഏകദേശം ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞതാണ്, സാധ്യത ഡേറ്റ് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും 20-ാം തീയതിക്കുള്ളിൽ ഇൻ്റർവ്യൂ കൺഫേം ആണ്. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറായ 9539 12 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. പിന്നെ പെരുന്നാളൊക്കെയാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കുണ്ട്. അപ്പോൾ പതിയെ മെസ്സേജ് റിപ്ലൈ തരാൻ കഴിയുള്ളൂ. അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും.